ഈ ദൃശ്യം കാണുക. രാജസ്ഥാനിലെ ജയ്സാൽമീരിലെ മാലിന്യക്കൂനയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഗോരക്ഷകർ എന്ന പേരിൽ വിളയാടുന്ന ഗുണ്ടകളുടെ ക്രൂരതയുടെ അനന്തരഫലമാണിത്. നൂറുകണക്കിന് കന്നുകാലികളാണ് ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ ചത്തു വീണിരിക്കുന്നത്. ഇവരോ ഇവയെ സംരക്ഷിക്കുന്നില്ല. ഗോസംരക്ഷകർ എന്ന പേരിൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കാലികളുമായി പോകുന്ന വാഹനങ്ങളെ തടയൽ, അതിലെ ലോറി ജീവനക്കാരെ ആക്രമിക്കൽ, ഗോക്കളെ സ്വതന്ത്രമാക്കി വിടുകയോ അല്ലെങ്കിൽ കടത്തിക്കൊണ്ടു പോവുകയോ ഇവയൊക്കെയാണ് ഇവരുടെ രീതി. എന്നാൽ ഈ കാലികൾക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നൊന്നും എവിടെയും ചർച്ചയല്ല, ആരും അത് ശ്രദ്ധിക്കാറുമില്ല. ഇത്തരത്തിലൊരു ദൃശ്യമാണിത്. കാലികൾ, ഏകദേശം 500ഓളം കാലികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയ രാജസ്ഥാനിൽ നിന്നുള്ള ദുരന്ത ദൃശ്യം. ഉത്തരേന്ത്യയുടെ കനത്ത ചൂടിൽ വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ ഇവ മലീമസമായ സാഹചര്യത്തിലെ പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ള വേസ്റ്റുകൾ ഭക്ഷിച്ചാണ് ചത്തൊടുങ്ങിയിരിക്കുന്നത്. ഇത്തരം കാലികളെ ഏറ്റെടുക്കാനോ സംരക്ഷിക്കാനോ ഭരണകൂടവും മുന്നോട്ട് വരുന്നില്ല. പോലീസും നിയമവും കോടതിയും വിധിയും ആരാച്ചാരുമെല്ലാം ഇത്തരം കാട്ടാളന്മാർ തന്നെയാണ്. ഇവർക്ക് ഗോക്കളോടോ രാജ്യത്തോടോ സമൂഹത്തോടോ ഒരു ബാധ്യതയുമില്ല, കടപ്പാടുമില്ല. മറ്റെന്തോ താല്പര്യത്തിനും ലക്ഷ്യത്തിനും സാമൂഹ്യ മലിനീകരണം നടത്തുകയാണ് ഇത്തരം ആൾക്കൂട്ടങ്ങൾ. ഇവരെ നിയന്ത്രിക്കാനോ കൂച്ചുവിലങ്ങിടാനോ ഒരാൾ മുന്നോട്ട് വരുന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. പശുവിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നവരും കോടിക്കണക്കിന് രൂപ ഫണ്ട് വാങ്ങുന്ന ഗോശാല അധികൃതരും ഈ പാവം മൃഗങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഒന്നും ആലോചിക്കുന്നില്ല എന്ന കടുത്ത വിമർശനമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. യഥാർത്ഥ ഗോസംരക്ഷണം എന്നത് തെരുവിൽ മനുഷ്യരെ തല്ലിച്ചതയ്ക്കലല്ല, കാലികളെ കൊന്നൊടുക്കലുമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് പശുക്കൾക്ക് കൃത്യമായ ഭക്ഷണവും പരിചരണവും നൽകി സംരക്ഷിക്കലാണ് എന്ന് ഈ സംഭവങ്ങൾ ഒത്തുചേർത്ത് വായിക്കുമ്പോൾ വ്യക്തമാകുന്നു.